കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മിഥുനെ അന്വേഷിച്ച് മിത്രയും ജീനയും കൂടെ പോവാണ്. പക്ഷേങ്കിൽ മിഥുന് ചെല്ലാറുള്ള വഴികളിൽ കൂടെയൊക്കെ അന്വേഷിച്ചിട്ടും മിഥുനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഈ സമയം ജീന പറഞ്ഞു, ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, ബാ നമുക്ക് തിരിച്ചു പോവാന്ന് പറയാം. എനിക്ക് അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് മിത്ര പറയാ. നീ എന്ത് വർത്താനേ പറയണം മിത്രേ. അതെ, സമയം ഇപ്പം വൈകിക്കൊണ്ടിരിക്കുക. 10-35 കിലോമീറ്ററാണ് ഇനിയിപ്പം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ചെല്ലണമെങ്കിൽ. നമ്മളിപ്പോ എവിടെയാണെന്ന് നിന്റെ വിചാരം? രാധാപുരത്താന്ന് പറയാ. എനിക്കറിയാൻ ജീനെ. പക്ഷേങ്കില് കോളേജ് വിട്ട് ചെല്ലുന്ന സമയമായിട്ട് നിന്നെ കണ്ടില്ലെങ്കിൽ വീട്ടുകാർ അന്വേഷിക്കില്ലേന്ന് ചോദിക്കുക. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം എനിക്കിപ്പം ഈ സ്വർണം എങ്ങനെ ഇതിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. അല്ലെങ്കിൽ ഞാൻ ആരിന് കൊടുത്ത വാക്ക്, ഇനിയിപ്പൊ ഈ സ്വർണമായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആരിന് ഇനിയും ഇതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടും. അതൊരു കാരണവശാലും പാടില്ല. അലോകി മിക്കവാറും ഇനി ആരിനെ വലിയ തല്ലുമൊക്കെ ചെയ്യും. അത് വേണ്ട ജീനെ. ഒരു കാര്യം ചെയ്ത് നീ പൊക്കോ. ഞാൻ എങ്ങനെയാണല്ലോ ആ സ്വർണം കണ്ടെത്തി അവനെ കണ്ടെത്തിയുടെ ഞാൻ ഇവിടുന്ന് പോരത്തുള്ളൂ എന്ന് പറയാം. നീ വെറുതെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ തുടങ്ങരുതേ. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇവിടെ ഈ സമയത്ത് നിന്നിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാത്രി ആയിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം. അതൊന്നും എനിക്കറിയില്ല. എനിക്കും ഇതിനെ കണ്ടെത്തണം. ഒരു പക്ഷേങ്കിൽ അവന്റെ അച്ഛൻ പറഞ്ഞു വെച്ച് അവൻ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞ. ഇനി ഇവിടെ എല്ലാം അന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് പോകാം. ഒരു പക്ഷെ സ്വർണം കിട്ടിക്കഴിയുമ്പം അവൻ ഇവിടുന്ന് കടന്നു കളഞ്ഞോന്ന് അറിയില്ലോ. അങ്ങനെ പോകാൻ വഴിയില്ല. എവിടെയാണെങ്കിലും മിക്കവാറും സന്ധ്യ ആകുമ്പത്തിന് അവൻ വീട്ടിലേക്ക് വരുമായിരിക്കും. സന്ധ്യ അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ വീട്ടിലേക്ക് പോകുമായിരിക്കും. ആ സമയത്ത് ഞാൻ അവനെ പിടികൂടിക്കോളാന്ന് പറയാം. മിത്രേ, അപകടവാത്. അവന്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവനെ സൂക്ഷിക്കണം. അവൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ടവനാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഒരു പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ നീ അവന്റെ മുമ്പിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നത്തെ അവസ്ഥ നിനക്ക് എന്താണെന്നറിയാവോ? ഇവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വന്നേ. എന്റെ ദൈവമേ, ഏത് സമയത്താണോ എന്തോ ഇവളുടെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത്. നീ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാൽ നീ എന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ നിന്റെ കൂടെ വരത്തില്ലായിരുന്നു പറയാം. എന്റെ മാനസികാവസ്ഥയും കൂടെ നീ ഒന്നും മനസ്സിലാക്കുക ജീനെ. എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറയണം. ഈ സമയം വളരെ സന്തോഷത്തോടിട്ടാണ് ബാലനും ഗോമതിയും കൂടെ വീട്ടിലേക്ക് പോരുന്നേ. അപ്പൊ ഇനിയിപ്പോ ആനന്ദിന്റെ കല്യാണം. അപ്പൊ അവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ പോരുന്ന വഴിക്ക് തന്നെ ബാലന്റെ ഫോണിലേക്ക് കോള് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കാർത്തികനാണ് വിളിക്കുന്നത്. എന്തെങ്കിലും പറയാനായിരിക്കും എന്ന് കരുതി ബാലൻ കോൾ എടുക്കുകയാണ്. എന്താ കാർത്തികയെ വിളിച്ചെന്ന് ചോദിക്കാം. അത് ബാല, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. എന്താ? ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോയിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം. ഇതെന്താ കാർത്തിക ഇങ്ങനെ പറയണേ? ഇപ്പോഴായാലും നമ്മൾ വാക്ക് പറഞ്ഞ് പിരിഞ്ഞത്. ഇത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. അതൊന്നും പറയാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ആ വീട്ടിലേക്ക് എൻ്റെ പെൺകൊച്ചിനെ വിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ വിവാഹം നമ്മൾക്ക് അങ്ങോട്ട് മാറ്റിയേക്കാന്ന് പറയണേ. ഇനിയിപ്പോൾ ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടൽ ഉണ്ടാവില്ലെന്ന് പറയാം. ഈ ആലോചന ഇവിടെ കൂടെ നിർത്തുവാന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് കാർത്തികനെ അങ്ങോട്ട് ഫോൺ വെക്കുവാണ്. പെട്ടെന്ന് ഒരു നിമിഷം അന്തം വിട്ടിങ്ങനെ ബാലൻ നിൽക്കുവാണ്. ബാലന് എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലാത്തൊരവസ്ഥയില്. എന്ത് പറ്റിയെന്ന് ഗോമതി ചോദിക്കുകയാണ്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, കാർത്തികൻ ഈ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകാൻ അയാൾക്ക് താല്പര്യമില്ലെന്ന് എന്ന് പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടത് ഗോമതി പറഞ്ഞു, അയാൾ എന്ത് വർത്താനേ പറയണേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് അയാൾ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര സമയമല്ലേ ആയുള്ളൂ. പിന്നെ അയാൾക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഇത്ര മനമാറ്റം ഉണ്ടായത്? ഒരു പക്ഷെ ഇതിന് ഇടയ്ക്ക് കിടന്ന് ആരോ കളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ബാലന്റെ ഉള്ളിലേക്ക് അച്യുതന്റെ മുഖം ഓർമ്മ വന്നേ. മുമ്പ് ആനന്ദിന്റെ ഒരു വിവാഹം മുടക്കിയത് അയാളായിരുന്നു. ഒരു പക്ഷെ അതും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവനായിരിക്കും വിവാഹം മുടക്കിയത്. ആ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. എന്താ ബാലേട്ട ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എനിക്കറിയാം ബാലേട്ടന്റെ മനസ്സിൽ എന്നോട് പറയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട്. എന്താണെങ്കിലും എന്നോട് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ആനന്ദിന് വിവാഹ സമയം ആയിട്ടില്ല. അല്ലെങ്കിൽ അതിന് മംഗല്യയോഗം വന്നില്ല. മംഗല്യയോഗം വന്നു കഴിയുമ്പോൾ അവന്റെ വിവാഹം നടക്കും. അല്ലാതെ ഇപ്പൊ ഞാൻ ഇനി എന്ത് പറയാനാ? എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ അവന്റെ മുഖം ഓർത്ത് കഴിയുമ്പോഴാ പാവം. എല്ലാവരുടെ അനിയന്മാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞു, തന്റെ മാത്രം കല്യാണം കഴിഞ്ഞില്ലോ എന്നോർത്തൊരു ടെൻഷൻ കാണുമായിരിക്കും. അവരെ പോലെ പ്രണയിച്ച് കെട്ടാനാണെങ്കിൽ അവന് അതിന് സാധിച്ചാനും. പക്ഷെ ഞാനായിട്ട് അവന്റെ ജീവിതം തറത്തെ. അവൻ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാണ്ട് സമ്മതിക്കാത്തോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇത് കേട്ട ഗോമതി പറഞ്ഞു, ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? വാ, സങ്കടപ്പെടണ്ട, വീട്ടിലേക്ക് വാ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ആകാശും ധർമ്മനും ഒക്കെ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു പക്ഷേങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും ആലോചന വരുവാണെങ്കിൽ അങ്ങനെ നോക്കാം. ഒരു കല്യാണാലോചന മുടങ്ങിപ്പോയെന്നോർത്ത് ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണമെന്ന് ചോദിക്കാം. ഗോമതി അങ്ങനെ ബാലിന് ധൈര്യം കൊടുക്കുകയാണ്. വീട്ടിലേക്ക് തിരികെ വരുവാണ്. ഈ സമയം അനുശ്രീ വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മേ കാര്യങ്ങള്? പോയിട്ട് എങ്ങനെയായെന്ന് ചോദിക്കുക. ഇത്
കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പെട്ടെന്ന് എന്തോ അവിടെ ചെന്നിട്ട് ആ പെൺകുട്ടീനെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പെട്ടെന്ന് ബാലിനോട് ചോദിച്ചു, ശരിയാണോ അച്ഛ അമ്മ പറഞ്ഞെന്ന് ചോദിക്കാം. അതേന്ന് പറയാം. അല്ലാതെ അവർക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം വിളിച്ച് പറയേണ്ട, അത് പറഞ്ഞെന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലോ. അത് പിന്നെ ആനന്ദിനെ കേട്ട് കഴിയുമ്പോൾ ആനന്ദിനും വിഷമാവുമല്ലോ. ഈ സമയം അനുസരിച്ച് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ല പെൺകുട്ടി ആയിരിക്കില്ല, കുഴപ്പമില്ല. ആനന്ദേട്ടൻ ഇനിയിപ്പോൾ ഇതിനേക്കാൾ നല്ല ആലോചന വരുമെന്നേ. ദേ ധർമ്മമാമനും ആകാശേട്ടനും ഒക്കെ പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണം. പിന്നീട് ഗോമതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ഗോമതിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഗോമതി ആരുടെ മുന്നിൽ ആ സങ്കടമൊന്നും കാണിച്ചില്ല. പിന്നീട് മീനാക്ഷി ഓഫീസിൽ പോയിട്ട് അങ്ങോട്ട് തിരികെ വരുവാണ്. മീനാക്ഷി തിരികെ വന്നിട്ട് ആ സമയത്തൊന്നും മിത്ര വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഗോമതി എന്നിട്ട് അല്ല മിത്രമോൾ ഇതിലായിട്ട് വന്നില്ലോ എന്ന് പറയാം. അപ്പൊ മീനാക്ഷിയോട് ചിലപ്പം ക്ലാസ് കഴിയാനായിട്ട് വൈകി കാണും, അതുകൊണ്ടായിരിക്കും വരാത്തേന്ന് പറയുക. ഇപ്പൊ തന്നെ വരുമായിരിക്കും അമ്മയെന്ന് പറയാണ്. അങ്ങനെ ഗോമതി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയത്ത് ആകെ പഴയ ടെൻഷനുള്ള നന്ദിത മോളെ ഇന്ന് കണ്ടിട്ടില്ല, മിത്രനെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് അവള് കോളേജിലേക്ക് പോകുന്നതും കണ്ടില്ലല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് ആരിന്റെ ഒപ്പമാണ് കോളേജിലേക്ക് പോയത്. പക്ഷെ ഇന്ന് കണ്ടില്ല അവള്, ഒന്ന് കാണുമായിരുന്നെങ്കിലോ എന്നോർത്ത് ആ ജനലിന്റെ അവിടെ നോക്കി നിൽക്കുവാണ്. ഈ സമയം രാജേശ്വരി വന്നിട്ട് ചോദിച്ചു, എന്താ അടുത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം നിൽക്കുക? ഒന്നുമില്ലാന്ന് പറയാ. എനിക്കറിയാം ഏട്ടത്തിയുടെ മനസ്സിലെ വിഷമം എന്താന്ന്. മിത്രമോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ. എന്തിനാ ഏട്ടത്തി? അവൾക്ക് നമ്മളെ ഇഷ്ടമില്ല, അവൾക്ക് നമ്മളെ വേണ്ട, അതുകൊണ്ടല്ലേ അവന്റെ ഒപ്പം ഇറങ്ങിപ്പോയത്. ഇനിയിപ്പം അവളെ കുറിച്ച് ഓർത്തിരുന്നിട്ട് ഇങ്ങനെ സമയം ചെലവഴിച്ചിട്ട് കാര്യമില്ല. ഏട്ടത്തി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. മനസ്സിൽ നിന്ന് പതുക്കെ അവളെ ഇങ്ങോട്ട് മായ്ച്ചു കളയാൻ ശ്രമിക്കണം. അവൾക്ക് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വളർത്ത് വിഷമിക്കേണ്ടെന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വരുവാണ്. ഈ സമയത്താണ് അച്യുതൻ അങ്ങോട്ട് വരുന്നത്. അച്യുതൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. സന്തോഷം കണ്ടപ്പോൾ രാജേശ്വരി ചോദിച്ചു, എന്താ അച്യുതേട്ടാ മുഖത്ത് ഭയങ്കര സന്തോഷമുള്ളൂ? പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും എന്ന് പറ. ആ ബാലന്റെ അവിടെ ഉണ്ടല്ലോ ആ മൂത്തവൻ ആനന്ദ്, അവനൊരു വിവാഹാലോചന കൃത്യം ആ കാർത്തികേയൻ എന്നെ തന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കല്യാണം മുടക്കിയിട്ട് അവൻ അവിടെ ആഘോഷമായിട്ട് അങ്ങനെ കല്യാണം നടത്തണ്ട. എന്നോടെ കളി ഈ അച്യുതനോട്. ഇനി ഒരു പന്തൽ അവിടെ ഉയരാൻ പോകുന്നില്ല. ത്യാലോകിന്റെ കല്യാണം അതാദ്യം നടക്കണം. അതാണ് ഇനിയിപ്പം നടക്കാൻ പോണ്ടേ. അല്ലാതെ അതിനു മുമ്പ് അവിടെ എന്താണല്ലോ ഒരു വിവാഹ പന്തൽ ഉയരില്ലെന്ന് പറയാം. അത് കേട്ട നന്ദിത പറഞ്ഞു, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അവര് കല്യാണം നടത്തുവോ? എന്ത് വേണം ചെയ്തോട്ടെ. കല്യാണം നടത്താനാ? ഏത് കല്യാണം വന്നാലും എന്റെ അറിവിൽ ഏത് വന്നാലും ഉറപ്പായിട്ട് ഞാൻ ആ കല്യാണം മുടക്കി വിട്ടിരിക്കും. അതെ, ഇവിടെ അനുഭവിച്ചതിന്റെ 4-1 വേദന അവരനുഭവിച്ചിട്ടില്ല, അവരും അനുഭവിക്കണം. കല്യാണം മുടങ്ങിയുള്ള വേദനയും വിഷമം എന്താന്ന് ആ ബാലനും ആ ഗോമതി അവരെല്ലാരും അറിയണം. അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും രാജേശ്വരി പറഞ്ഞു, അത്രയ്ക്കൊക്കെ വേണം അച്യുതേട്ടെന്ന് ചോദിക്കാം. വേണം, നീയൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നില്ലേ? എനിക്കൊന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലടി എന്ന് പറയണം. ഈ സമയം അനന്തനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അനന്തനോടും ആ കാര്യം പറയണം. പക്ഷെ അനന്തൻ പറഞ്ഞു, വേണ്ടായിരുന്നു. കല്യാണം മുടങ്ങുന്നതിന്റെ വിഷമം നമുക്കറിയാലോ. എന്റെ അനന്തേട്ടാ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സെന്റിമെന്റ്സും വെച്ചോണ്ടിരിക്കും. അവസാനം കണ്ടില്ലേ, നമ്മുടെ തലയ്ക്ക് നട്ടപ്പുറം അടിച്ചിട്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. അതിന്റെ വേദന എന്താണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അവൻ അറിയില്ലോ. ഇപ്പൊ നമ്മളെയും വെല്ലുവിളിച്ചോണ്ട് നടക്കുന്നുണ്ട്. അതിനുള്ള വഴിയാ ഞാൻ കൊടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറയാണ്. ഇനി ഒരു കല്യാണം പോലും അവിടെ നടക്കാൻ പോകുന്നില്ല. നടക്കണമെങ്കിൽ ഈ കൃഷ്ണമംഗലത്തുള്ളവർ തീരുമാനിക്കണം എന്ന് പറയാ. ഈ സമയം ഇതൊന്നും അറിയില്ലാതെ ആര്യന് മുറിയിലിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് മിത്ര വേണ്ട സമയം കഴിഞ്ഞിട്ട് കാണാതെ വന്നപ്പം ഗോമതി വന്നിട്ട് ആര്യനോട് പറഞ്ഞു, എടാ ആര്യ, മിത്ര മോൾ ഇതിലായിട്ട് വന്നില്ലോ, ഒരു കാര്യം ചെയ്യാ, നീ അവളെ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറയാണ്. ഇത് കേട്ട ആര്യം പറഞ്ഞു, അതെന്തിനാ നോക്കാൻ പോണേ? അവൾക്കറിയാമല്ലേ കോളേജ് വിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്. ഈ സമയം മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വന്നു. നീ എന്താ ആര്യം ഇങ്ങനെയൊക്കെ പറയണേ? നിന്റെ ഭാര്യയല്ലേ അവള്? പെട്ടെന്ന് ആര്യം ചോദിച്ചു, ഭാര്യയോ? എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചൊരു ട്രോഫി എന്ന് പറ, അതായിരിക്കും ഇച്ചിരോടെ നല്ലതെന്ന് പറയാ. ഗോമതി, നീ എന്ത് വർത്താനേ പറയണേ? പിന്നെ അല്ല, ഞാൻ എന്ത് പറയാനാ? ദേ അമ്മ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞവളെ ഞാൻ കല്യാണം കഴിച്ചു, അതോടുകൂടി തീർന്നു ഞങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയണം. എടാ, നീ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടായോ അമ്മേ? മനസ്സുകൊണ്ടുള്ള അടുപ്പല്ലേ? താലി കഴുത്തിലില്ലെങ്കിലും മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ് ഏറ്റവും വലിയ അടുപ്പെന്ന് പറഞ്ഞാല്. അതില്ലെങ്കിൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ തമ്മിൽ അതില്ല. ഞങ്ങൾ 2 ശത്രുക്കളെ പോലെ മുറിയിൽ കഴിയുന്നേ. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ലാരിയ. ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന് സന്നിധി വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേ. നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയണേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടേ. ഇതുവരെയായിട്ടും മിത്രമോളെ കണ്ടില്ലല്ലോ, ഒരു പക്ഷെ എന്താ സംഭവിച്ചതെന്നും അറിയത്തില്ല. നീ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറയണം. ആര്യം പറഞ്ഞു, അവളെ ഇലോളിയിലും പോട്ടെ, എനിക്കിപ്പോ എന്താ, വരായിരിക്കണം അത്ര നല്ലതെന്ന് പറയാ. ഗോമതി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ, അവള് നിന്റെ ഭാര്യ, അവളെ അന്വേഷിച്ച് പോകേണ്ട കടമ നിനക്കുണ്ട്. നിനക്ക് പറ്റില്ല പറ, ഞാൻ പോയിക്കോളാം, എന്റെ മോളെ അന്വേഷിച്ച് പോയിക്കോളാം. കാരണം ഞാനാണല്ലോ ഉത്തരവാദിത്തപ്പെട്ട്
നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ ഞാനും കൂടെ നിന്ന് വേണം എല്ലാവരോടും മറുപടി പറയാനായിട്ട്. നിനക്ക് പറഞ്ഞൊഴിയാ, അമ്മ പറഞ്ഞുകൊണ്ടാ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന്. പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ കാരണമാണ് അവൾക്കൊരു ജീവിതം ഉണ്ടായത്. അത് മാത്രമല്ല, ഇനിയിപ്പോ അവൾക്ക് മുന്നോട്ടുള്ള അവളുടെ ജീവിതത്തിൽ അവൾക്ക് താങ്ങാനും തള്ളാൻ നിൽക്കേണ്ട ആള് നീയാണ്. അങ്ങനെ നിനക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടത്തണ്ടേ. അവൾക്കൊരു പോറൽ പോലും ഏറ്റാ എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു, ശരി എന്നാ ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ആര്യൻ അങ്ങോട്ട് ഇറങ്ങി പോകും. നടന്നങ്ങ് ചെല്ലുമ്പോഴത്തേനുമാണ് വഴിക്കുന്ന മിത്രയെ അങ്ങ് നടന്നു വരുന്നത്. കാരണം ജീനെ ഒരു വിധത്തിൽ പറഞ്ഞ് തിരിച്ച് മിത്രനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. മിത്രനെ കൊണ്ട് ആര്യനും കൂടി ദേഷ്യമായി. നീ ഇത്ര സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നേ? നീ കാരണം മനുഷ്യ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാന്ന് പറയാം. ഇത് കേട്ടത് മിത്രയൊന്നും മിണ്ടിയില്ല. നിന്നോടാ ചോദിച്ചേ, കോളേജിലേക്കാന്ന് പറഞ്ഞ് നീ എങ്ങോട്ടാ എഴുന്നള്ളിയത്? പഴയ കാമുകനെ കാണാനാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വല്ലാത്ത ടെൻഷനായിപ്പോയി. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതെ കാമുകനെ കാണാൻ തന്നെ പോയത്. പക്ഷേങ്കിൽ ഇപ്പോഴവന്റെ കാമുകനല്ല, അറിയാലോ, അവൻ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ സ്വർണം അതെങ്ങനെ എനിക്ക് വാങ്ങിക്കണമായിരുന്നു, അതിനു വേണ്ടി പോയതാ. എന്നിട്ടോ എന്തായ കാര്യങ്ങള്? അവനെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയാം. ഇതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആ വഴിക്ക് നീങ്ങണ്ടെന്ന് പറഞ്ഞ്. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അങ്ങനെ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ മിത്രയാണെന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ. ഉറപ്പായിട്ടും അവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, നീ ഇനിയിപ്പോൾ അവന്റെ പുറകെ പോയിരിക്കുന്നത് നല്ലത്. അറിയാലോ, ഇനിയിപ്പോൾ അവന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിലും അവൻ ആ സ്വർണം നിനക്ക് തിരിച്ചു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ സമാധാനത്തോടെ വരാൻ പറയാണ്. പിന്നീട് ആര്യം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് പിന്നെ മനുഷ്യനെ ഇങ്ങനെ ഈ കുഴിയിലേക്ക് ചാടിക്കില്ല. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വീട്ടിലേക്ക് വന്നേക്കണം. നീ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലപ്പകൾ കാരണം മനുഷ്യനതെ കുറെ ദിവസമായിട്ട് നിന്ന് തീ തിന്നോണ്ടിരിക്കും, അറിയാലോ. നീ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം സ്വസ്ഥതയും സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ്ട് ഇതിങ്ങനെയായെന്നും പറഞ്ഞുകൊണ്ട് മിത്രനെ കുറ്റപ്പെടുത്തുവാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ തെറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും ആര്യന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അപ്പച്ചി അങ്ങനെ നിർബന്ധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് വന്നു പോയതാ. ഇനി സമയമുണ്ട്. ഇനി വേണമെങ്കിലും ആര്യൻ എന്നെ ഉപേക്ഷിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ. ഞാൻ കാരണം ഇനിയിപ്പോൾ ആന്റെ ജീവിതം നശിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആരും നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.